നമസ്കാരം. എന്റെ പേര് ലിസ മറിയം ഷിജ. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ടാഗോർ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ അഭിമുഖത്തിൽ നടത്തിവരുന്ന സർഗോത്സവം 2024 എന്ന പരിപാടിയിൽ ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന വ്യക്തിയുടെ പേരാണ് മഹാകവി ശ്രീ വള്ളത്തോൾ നാരായണൻ. മലയാള കവിതയുടെ ചരിത്രത്തിലെ ഒരു കാലഘട്ടത്തിൽ നെടും നായകനായിരുന്നു വള്ളത്തോൾ നാരായണ മേനോൻ. 1878 ഒക്ടോബർ 16-നായിരുന്നു വള്ളത്തോളിന്റെ ജന്മം. തിരൂരിന് സമീപം ചെല്ലറ ഗ്രാമത്തിലാണ് വള്ളത്തോൾ ജനിച്ചത്. മാതാവിന്റെ പേര് മുട്ടിപ്പാറുമ്മ, പിതാവ് ദാമോദരൻ ഇളയത്. 11ാം വയസ്സിൽ സംസ്കൃത ശ്ലോകങ്ങൾ തെറ്റുകൂടാതെ എഴുതി തുടങ്ങി. 16ാം വയസ്സിൽ ഗീതശതകം എന്ന മണിപ്രാവള കൃതി രചിച്ചുകൊണ്ട് മലയാള സാഹിത്യത്തിലേക്ക് പ്രവേശിച്ച മലയാളത്തിന്റെ മഹാകവി. വളരെ ചെറുപ്പത്തിൽ തന്നെ അഷ്ടക്ഷരം, സംസ്കൃതം, തർക്കശാസ്ത്രം എന്നിവ അഭ്യസിച്ചിരുന്നു. കൂട്ടുകാരോടുമൊത്ത് കാവ്യരചന മത്സരത്തിൽ ഏർപ്പെടുകയായിരുന്നു വള്ളത്തോളിന്റെ മുഖ്യ വിനോദമായിരുന്നു. എല്ലായ്പ്പോഴും 1ാം സമ്മാനം വള്ളത്തോളിന് തന്നെ കിട്ടി. 16ാം വയസ്സായപ്പോഴേക്കും വള്ളത്തോളിനെ സാഹിത്യത്തിലേക്ക് ശ്രദ്ധിച്ചു തുടങ്ങിയിരുന്നു. ഭാഷാഭൂഷണി സഭ സംഘടിപ്പിച്ച കവിതാ മത്സരത്തിൽ ഒന്നാമനായതോടാണ് വള്ളത്തോൾ ശ്രദ്ധാകേന്ദ്രമായത്. പിന്നീട് ഭാഷാഭൂഷണി, കേരള സഞ്ചാരി തുടങ്ങിയ മാസികകളിൽ വള്ളത്തോളിന്റെ നിരവധി കൃതികൾ പ്രസിദ്ധീകരിച്ചു. പല സാഹിത്യ മാസികകളുടെയും പത്രാധിപ സ്ഥാനം തുടർന്നു വന്ന വള്ളത്തോൾ കേരള കൽപ്പ, ദ്രുമം, പ്രസിഡന്റ്, മാനേജർ, കേരളോദയം, ആത്മപോഷിണി എന്നിവയുടെ പത്രാധിപ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. ഈ കാലഘട്ടത്തിൽ അനേകം പുരാണങ്ങളും മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്തിട്ടുണ്ട്. 1909 വളരെ പ്രസിദ്ധമായ വാൽമീകി രാമായണം പ്രസിദ്ധപ്പെടുത്തി. ചിത്രയോഗമാണ് മഹാകാവ്യം. ദേശാഭിമാനിയായിരുന്ന വള്ളത്തോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലും പ്രവർത്തിച്ചു. ഇന്ത്യൻ ഗവൺമെന്റ് പത്മഭൂഷൺ ബഹുമതി നൽകി ആദരിച്ചു. കേരള സാഹിത്യ പരിഷത്തിന്റെ അധ്യക്ഷൻ, കേരള സാഹിത്യ അക്കാദമിയുടെ അംഗം, കേരള സാഹിത്യ അക്കാദമിയുടെ ഉപ അധ്യക്ഷൻ എന്നീ നിലകളിൽ സേവനമനുഷ്ഠിച്ചു. 1958 മഹാകവി വള്ളത്തോൾ അന്തരിച്ചു. നന്ദി, നമസ്കാരം.